ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല മഴക്കാറുള്ള ഒരു വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷവും തണുത്ത കാറ്റൊക്കെ ആയപ്പോഴേ നല്ല ചൂടോടെയുള്ള പോപ്കോൺ കഴിക്കാൻ തോന്നി. അപ്പോൾ എല്ലാം കൂടി ഇതിലാക്കി അടച്ചു വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കിടന്ന് പൊട്ടിത്തെറിച്ചാൽ മതിയല്ലോ, ആവുമല്ലോ വേഗം. പിന്നെ എനിക്കും കുട്ടികൾക്കും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പതുക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ആസ്വദിച്ചിരുന്ന് കുടിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എനിക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കെര ഷോപ്പുണ്ട്, മലയാളിയാണ് കേട്ടോ. അപ്പോൾ ആളുടെ ഷോപ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാനും കുട്ടികളൊക്കെ പോയി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് വെച്ച് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല രീതിയിൽ ആ ഒരു ഭാഗത്ത് മഴക്കാര്, എന്താ പറയുക, കാർമേഘം അത് മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതും ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നടക്കുന്ന ഭാഗത്ത് നല്ല ഇളം വെയിലും. അപ്പം ഞാനിപ്പം മഴ പെയ്യുമോ, നമ്മൾ മഴയിൽ പെടുമോ എന്നുള്ള സംശയത്തിലാണ് നടന്നത്. അതുപോലെ ഇരുണ്ടായിരിക്കണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം മഴ പെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇക്കയുടെ ഷോപ്പിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, കൂട്ടത്തിൽ ഐസ്ക്രീമൊക്കെ വാങ്ങി തിരിച്ചു വന്നിരുന്ന് അതൊക്കെ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി പണികളിലേക്കൊക്കെ തിരിഞ്ഞത്. അടിച്ചു വാരുക, തുടയ്ക്കുക, അതുപോലെ തന്നെ വിളക്ക് വയ്ക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോൾ വിചാരിച്ചു, ചെയ്ത് കഴിഞ്ഞ് ഒരു 7:30 ആയപ്പോൾ വേഗം ഡിന്നർ ഉണ്ടാക്കാം, ഡിന്നറിൻ്റെ ഇതുകൾ നോക്കാം. ഇങ്ങനെ ഡിന്നർ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും മക്കൾക്കും മാത്രം ഇതുപോലെ ബ്രെഡ് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് അതിൽ മുട്ടേനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയിട്ട് ഒന്ന് മറിച്ചിടും. എന്നിട്ട് കുറച്ച് ബട്ടർ അതൊരു ഭംഗിക്ക് അങ്ങനെ അതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത 2 എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ സൈഡ് മാത്രം മുക്കും. എന്നിട്ട് പിന്നെ അതിൽ ഒരു ചോക്ലേറ്റ് ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് മറ്റേ ഇതുകൊണ്ട് അടച്ചിട്ട് വെള്ളം മുക്കിയ ഭാഗം ഒന്നും ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് അതൊന്നതായി വിട്ടു പോകാത്ത തരത്തിൽ വെച്ചിട്ട് ആ പാനിൽ വെച്ചൊന്ന് ചൂടാക്കുക. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് മോൾക്ക് മാത്രം വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ, ചുമ്മാ ഉണ്ടാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് ഡിന്നർ ആയിക്കോട്ടെ എന്നെന്ന് വിചാരിച്ചു. പക്ഷെ മോന് അത് പോരായിരുന്നു. മോൻ ഇത് വേണമെന്ന് പറഞ്ഞു. അവന് റൈസ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വെജ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോനെ ചൂടാക്കി അതും കൊടുത്തു കേട്ടോ. ഇത് മ്യൂസ്ലി, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ഇതില്ലേ തൈരിലിട്ടിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ ഇപ്രാവശ്യം വാങ്ങി തൈരിലിടുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പാല് തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് മോൾക്ക് മാത്രം കുറച്ച് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് വേണമെന്ന് പറഞ്ഞ കാരണം അവൾക്ക് ഞാൻ ഇത് കൊടുക്കാറില്ല സാധാരണ. അവൾ പാല് കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും വല്ലപ്പോഴും ഇത്തിരി പാല് ചിലട്ടെന്ന് വെച്ചിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ചോക്ലേറ്റ് മെൽറ്റായിട്ട് ഈ സംഭവിക്കുക. അതിൽ ഞാൻ കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് മോനുള്ള വെജ് ബിരിയാണിയും ചൂടാക്കി അവനും കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ അതിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ എന്തായാലും 8 o'clock 8:30 ഒക്കെ ആവും. അപ്പോൾ ആളെന്തായാലും ഇങ്ങനത്തെ ഒന്നും ഐറ്റംസ് കഴിക്കില്ല, ഈ വെജ് ബിരിയാണി തന്നെ ആൾ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം കേട്ടോ, ഒരു ദിവസത്തെ വൈകുന്നേരത്തെയും ഡിന്നറിൻ്റെ ഒക്കെ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.